ഒരാഴ്ചയായി നമ്മൾ വീണ്ടും കാണുവാണ് ഒരു പുതിയ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പൊ നമ്മള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യമൊക്കെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് 14ാമത്തെ പാഠം പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും എന്ന പാഠമായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമുക്കിനി പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്തൊക്കെയാണ്? പന്തക്കുസ്ത ദിനത്തില് ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അവര് ഭാഷാവരത്താൽ പ്രസംഗിക്കുന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ട് ഒത്തിരി പേര്, 3000ഓളം പേര് വിശ്വസിച്ച് ഈശോനെ വിശ്വസിച്ച് സഭയിൽ ചേരുന്നു. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് തോമാസ് ലീഹ ഭാരതത്തിൽ വിവിധ ശിഷ്യന്മാർ വിവിധ സ്ഥലങ്ങളിൽ പോയതുപോലെ നമ്മുടെ തോമാസ് ലീഹ ഭാരതത്തിൽ വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി അതിനോടനുബന്ധിച്ചത്, അതായത് തോമാസ് ലീഹ ഭാരതത്തിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ദിദിമോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് നമ്മുടെ തോമാസ് ലീഹ. അപ്പം ഈ ദിദിമോസ്, അതായത് തോമാസ് ലീഹ, നമ്മുടെ ഭാരതത്തിൽ വന്ന അനേകം യഹൂദരെ, മുസ്ലിംസിലാണ് വന്നിറങ്ങിയത്. അതായത് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി അവിടെയുള്ള ഒത്തിരി യഹൂദരെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അതിനോടനുബന്ധിച്ച് നമ്മുടെ തോമാസ് ലീഹ ഈ ഭാരതത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലെ 7 ക്രൈസ്തവ സമൂഹത്തിന്, അതായത് സഭാ സമൂഹത്തിന് ഒരു അടിത്തറ ഇട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് പറയുന്ന കാര്യമാണിത്. അതായത് 7 ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്ക് അടിത്തറ ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതിനെ അനുസ്മരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾ 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന പേരിലാണ് അറിയുന്നത്. അതായത് 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഒരു പള്ളി പണിതു എന്നുള്ള രീതിയിൽ മക്കൾ ആരും എടുക്കരുത്. ഇതിനുപരി അത് ഉദ്ദേശിക്കുന്നത് സഭാ സമൂഹങ്ങൾക്ക് അടിത്തറ ഇട്ടു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു പള്ളി പണിതു എന്ന് മക്കൾ കരുതരുത്. അപ്പം 7 പള്ളികളാണ് തോമാസ് ലീഹ നമ്മുടെ ഭാരതത്തില്, അതായത് 7 സഭാ സമൂഹങ്ങൾക്കാണ് തോമാസ് ലീഹ അടിത്തറ ഇട്ടത്. അത് ഏതൊക്കെയാണെന്ന് മക്കൾക്ക് അറിയാമോ? കോട്ടക്കാവ്, കോക്കമംഗലം, കൊടുങ്ങല്ലൂര്, നിരണം, കൊല്ലം, ചായൽ, പാലയൂര്. അങ്ങനെ 7 സഭാ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ 7 പള്ളികളാണ് നമ്മുടെ തോമാസ് ലീഹ ഭാരതത്തില് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ഒരു പള്ളി തോമാസ് ലീഹ സ്ഥാപിച്ചതായി പറയുന്നുണ്ട്. അതിനെ നമ്മൾ അരപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂട് സ്ഥാപിച്ച പള്ളിയെ അരപ്പള്ളി എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ തോമാസ് ലീഹ ഭാരതത്തിലെത്തി 7 പള്ളികൾ അല്ലെങ്കിൽ 7.5 പള്ളികൾ സ്ഥാപിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി തോമാസ് ലീഹ നമ്മുടെ ഈ ഭാരതത്തിൽ വന്നതിനെയും വന്നിട്ട് നടത്തിയ പ്രവർത്തനങ്ങളെയും തോമാസ് ലീഹയുടെ ജീവിത രീതിയെയും രക്തസാക്ഷിത്വത്തെയും ഒക്കെ വിവരിച്ചുകൊണ്ട് ഒരു ലേഖനം, അതായത് അപ്രമാണിക ലേഖനമുണ്ട്. അതിന്റെ പേരാണ് തോമാസ് ലീഹയുടെ നടപടികൾ. അപ്പോൾ ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥത്തിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ, തോമാസ് ലീഹ ഭാരതത്തിൽ വന്നത്, ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം, ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെയധികം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ മിഷൻ ലീഗിന്റെയും അല്ലാതെയൊക്കെ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ മാർഗംകളി, പരിചയമുട്ടുകളി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതുപോലത്തെ പുരാതന പാട്ടുകളിലും മാർഗംകളിയിലും പരിചയമുട്ട് കളിയിലൊക്കെ ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് നമ്മുടെ തോമാസ് ലീഹയുടെ ഭാരതത്തിലേക്കുള്ള ആഗമനവും ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പൊ തോമാസ് ലീഹയുടെ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന എല്ലാ കലാരൂപങ്ങളിലും എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ശോഭിച്ചു നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം തോമാസ് ലീഹ നമ്മളെ ടീച്ചർ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, നമ്മുടെ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് തോമാസ് ലീഹ എന്ന് പറയുന്നത്. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ നമ്മുടെ ഭാരതത്തിൽ വരുന്നു, നമ്മുടെ കേരളത്തിൽ വരുന്നു. കേരളത്തിലെ കൊടുങ്ങല്ലൂർ വരുന്നു, 7 പള്ളികൾ അല്ലെങ്കിൽ സഭാ സമൂഹങ്ങൾക്ക് തുടക്കമിടുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇനി നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത് കൈത്താക്കാലം, അതായത് ആരാധനാക്രമ മത്സരത്തിലെ അടുത്ത കാലമാണ് കൈത്താക്കാലം.
എന്താണ് സ്ലീഹാകാലം കണ്ടിരുന്നു. കൈത്താക്കാലം എന്ന് പറയുന്നത് 7ാമത്തെ കാലമാണ്. അപ്പം ഈ കാലത്തിൽ, ഈ കൈത്താക്കാലത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അനുസ്മരിക്കാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ തുടർന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം പന്തക്കുസ്ത തിരുനാളിന് ശേഷം, പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് 7 ഞായറാഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. ഈ കൈത്താക്കാലത്തിൽ നമ്മൾ നമ്മുടെ സഭയുടെ അടിസ്ഥാനമായ സ്ലീഹന്മാരുടെ തിരുനാളുകൾ അന്നാണ് ആഘോഷിക്കുന്നത്. ഇല്ലെങ്കിൽ അന്ന് ഈ പറയുന്ന കൈത്താക്കാലത്തിൻ്റെ ആ ഞായറാഴ്ച എന്താണ് സഭയുടെ അടിസ്ഥാനമായ സ്ലീഹന്മാരുടെ തിരുനാളാണ് എന്ന് നമുക്ക് പറയാം. അപ്പം സഭയിൽ ഈ സ്ലീഹന്മാരുടെ വേരുറപ്പിച്ച സഭ വളരെയധികം വളരുന്നതിനെയാണ് ഈ ഒരു കൈത്താക്കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അതായത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയും എല്ലാത്തിലൂടെയും വളരെയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സഭയാണ് നമ്മൾ ഈ കൈത്താക്കാലത്തിൽ അനുസ്മരിക്കുന്നത്. വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ പ്രതീകമായി വളർന്നു വന്ന സഭയാണ് നമ്മൾ ഈ കൈത്താക്കാലത്തിൽ അനുസ്മരിക്കുന്നത്. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം വേനൽക്കാലം എന്നാണ്. അപ്പം അതിന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ വേനൽക്കാലം അല്ലെങ്കിൽ ഫലാഗമകാലം എന്നുകൂടി ഈ പറയുന്ന കൈത്താക്കാലത്തിന് മറ്റൊരു പേര് ഉണ്ട്. അതായത് ഒത്തിരിയേറെ ശിഷ്യന്മാരുടെയും പ്രവർത്തനങ്ങളൊക്കെ കാരണം നമ്മുടെ സഭ വളരെയധികം ഫലം പുറപ്പെടുവിച്ച് വളരുന്നു എന്നുള്ളതാണ് ഈ കൈത്താക്കാലത്തിൽ നമ്മൾ ഏറ്റവും അധികമായി അനുസ്മരിക്കുന്നത്. വളരെയധികം രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷികളും വിശുദ്ധരുടെയും ഒക്കെ ഓർമ്മകൾ നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ, കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ അനുസ്മരിക്കാറുണ്ട്. അപ്പം ഈ ഒരു മൊത്തം പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പന്തക്കുസ്തായോടനുബന്ധിച്ച് ശിഷ്യന്മാർ വളരെയധികം പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് അവർ സുവിശേഷം പ്രസംഗിക്കുകയും അവരുടെ സുവിശേഷം എല്ലാവരുടെയും ഹൃദയങ്ങളെ തൊടുകയും സ്വീകാര്യമാക്കുകയും ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പാഠത്തിൽ കണ്ടത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ തോമാസ് സ്ലീഹായുടെ ഭാരത പ്രവേശനം നമ്മൾ കണ്ടു. പിന്നെ കൈത്താക്കാലം എന്താണ് അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കൈത്താക്കാലം എന്നൊക്കെ നമ്മൾ ഈ പാഠത്തിൽ കണ്ടു. അപ്പം ഈ ഒരു പാഠത്തിലൂടെ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആദ്യത്തെ പാഠത്തിൽ കൂടി കണ്ട കാര്യങ്ങൾ വെച്ച് ടീച്ചർ പറയാം. അതായത് മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞവരാണ്. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ള ദൗത്യം ഈശോ നമ്മളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ വരദാന ഫലങ്ങളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാം, നമ്മുടെ ജീവിതം മാതൃക നൽകാം, സുവിശേഷം പ്രസംഗിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോരുത്തരും തങ്ങൾക്കാകുന്ന രീതിയിൽ ഓരോ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ജോയൽ പ്രവാചകന്റെ ഏത് പ്രവചനമാണ് പന്തക്കുസ്തായിൽ യാഥാർത്ഥ്യമായത്? അതിന്റെ ഉത്തരം പേജ് നമ്പർ 86 പത്രോസിന്റെ പ്രസംഗം എന്ന ഭാഗത്തിന് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്ക് പത്രോസ് നൽകിയ മറുപടി എന്ത്? അതിന്റെ ഉത്തരവും പേജ് നമ്പർ 86 പത്രോസിന്റെ പ്രസംഗം എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന റോസ് കളറാണ് കേട്ടോ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, മാർ തോമാസ് സ്ലീഹ ഭാരതത്തിൽ വന്നിറങ്ങിയത് എന്ന്, എവിടെ? അതിന്റെ ഉത്തരം മക്കൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, എങ്കിലും നമ്മുടെ പേജ് നമ്പർ 86 കൊടുത്തിട്ടുണ്ട്. മൊത്തം ടീച്ചർ ഒന്ന് വായിക്കാം. ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തോമാസ് ലീഹയാണ് ഭാരതത്തിലേക്ക് വന്നത്. AD 52 മാർ തോമാസ് ലീഹ ഭാരതത്തിലെത്തിയത്. അന്ന് മുസ്ലിസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി. അപ്പം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തൊക്കെയാണ്? AD 52 തോമാസ് ലീഹ ഭാരതത്തിൽ എത്തുന്നത്. എവിടെയാണ് എത്തിയത്? മുസ്ലിസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ. ഇനി നാലാമത്തെ ചോദ്യം, മാർ തോമാസ് ലീഹ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ ഏവ? അതിന്റെ ഉത്തരം പേജ് നമ്പർ 87
ഏഴ് പള്ളികൾ എന്ന ഭാഗത്തിൽ റോസ് കളർ കൊടുത്തിരിക്കുന്നതാണ്. നീരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂര്, പാലയൂര് എന്നിവയാണ് ആ 7 സ്ഥലങ്ങൾ. പിന്നെ തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി തിരുവിതാംകോട് അരപ്പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. 5ാമത്തെ ചോദ്യം, കൈത്തക്കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? അതിന്റെ ഉത്തരം പേജ് നമ്പർ 87 കൈത്തക്കാലം എന്ന ഭാഗത്തിൽ ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്തക്കാലം അനുസ്മരിക്കുന്നത്. അപ്പം ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പാഠത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ കണ്ടു. ഇനി മക്കൾക്കുള്ള ടാസ്ക് ആണ്, എന്താണ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞത് തോമസ് ലീഹ 7 സഭാ സമൂഹങ്ങൾക്ക് അടിത്തറയിട്ടു, അല്ലെങ്കിൽ സഭാ സമൂഹങ്ങൾ അല്ലെങ്കിൽ 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിരുന്നു. ആ 7 പള്ളികളുടെ പേര് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടാസ്ക്. നമ്മുടെ പുസ്തകത്തിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ മക്കളും പാഠഭാഗം നല്ല രീതിയിൽ വായിച്ചു നോക്കുക, ചോദ്യോത്തരങ്ങൾ വായിച്ചു നോക്കുക, പ്രവർത്തനം ചെയ്യുക. കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്, ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അപ്പോൾ ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് പുതിയ ക്ലാസ്സിൽ കാണാം.